വി എസ് സുജിത്, NDA ക്യാമ്പിലെ നീക്കങ്ങൾ എന്താണ്? ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. തുഷ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ഒരു രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും NDA ശ്രമിക്കുമോ? വി എസ് സുജിത്. തീർച്ചയായും അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ NDA കളത്തിലിറങ്ങിയതോടുകൂടി UDF-നും LDF-നും ഒരു തലവേദന ഒഴിവായിട്ടുണ്ട്. NDA കളത്തിലില്ല എങ്കിൽ ആ വോട്ട് എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് UDF-ഉം LDF-ഉം തല പോക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ കൃത്യമായി NDA വോട്ടുകൾ, അതായത് BJP-യുടെയും BDJS-ന്റെയും വോട്ടുകൾ പെട്ടിയിലാക്കാൻ തന്നെ ഉറച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് NDA ഇറങ്ങുന്നു. അപ്പോൾ അവരുടെ വോട്ടുകളായിട്ടുള്ള ഒരു 10,000 വോട്ടുകളെങ്കിലും അവർ അവരുടെ പെട്ടിയിലാക്കുമെന്ന് ഉറപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് അവർ പിടിക്കാൻ ആഗ്രഹിക്കുന്ന വോട്ടുകളാണ് ഈ മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. കാരണം മാർത്തോമ സഭക്കാരനായ മലയോര കർഷകനായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ മുൻ നേതാവായിട്ടുള്ള മോഹൻ ജോർജിനെ കളത്തിലിറക്കുന്നതോടുകൂടി മലയോര കർഷകരുടെയും ക്രൈസ്തവരുടെയും വോട്ടിന്റെ ഒരു പങ്ക് BJP, BDJS അല്ലെങ്കിൽ NDA സഖ്യം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം ഇന്നത്തെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ എടവണ്ണയിൽ വെച്ച് പ്രസംഗിച്ചത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ ഈഴവ സമുദായം വലിയ വിവേചനം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തെ ശരിവെക്കുക മാത്രമല്ല, ഇവിടെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളും ക്രൈസ്തവരും വലിയ വിവേചനം അനുഭവിക്കുന്നുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവന നടത്തുമ്പോൾ ഒരു ഈഴവ ക്രൈസ്തവ സാമുദായിക ഐക്യത്തിലൂടെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം BJP നിലമ്പൂരിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, ഞങ്ങൾ വികസന രാഷ്ട്രീയമായി മുന്നോട്ട് വെക്കുന്നതെന്ന്. അതായത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം 2026 തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ഞങ്ങൾ മുന്നിലുണ്ട് എന്ന് പറയാൻ കൂടി മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം BJP ഉപയോഗപ്പെടുത്തും.